ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് മാഗ്നസ് കാൾസന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിമാണ്. ഈ ഗെയിം വിലയിരുത്തുന്ന സമയത്ത് ഓപ്പണിംഗ് ഘട്ടത്തിൽ പീസ് ഡെവലപ്മെന്റിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഗെയിം അനലൈസ് ചെയ്യുന്നത് വൈറ്റിന്റെ സൈഡിൽ നിന്നുകൊണ്ടായിരിക്കും. ഇവിടെ വൈറ്റ് മാഗ്നസ് കാൾസനും ബ്ലാക്ക് ഡോൾമാറ്റോവ് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററുമാണ്. മാഗ്നസ് കാൾസൻ നൈറ്റിനെ F3 കൊണ്ടുവരികയും ഈ ഗെയിമിന് ആരംഭം കുറിക്കുകയും ചെയ്യുന്നു. ഇതിന് റിപ്ലൈ എന്ന രീതിയിൽ ബ്ലാക്ക് F7 പോണിനെ F5 കൊണ്ടുവരുന്നു. ബ്ലാക്കിന് ഇവിടെ പ്രധാനമായും രണ്ട് ആശയങ്ങളാണുള്ളത്. ഒന്ന്, ഈ പോൺ ഇപ്പോൾ E4 സ്ക്വയറിനെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഈ നൈറ്റിനെ F6 കൊണ്ടുവരികയും അവിടെ നിന്ന് വീണ്ടും ഈ സ്ക്വയറിനെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ ബ്ലാക്കിന് സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ബ്ലാക്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്ലാക്ക് ഈ ഗെയിമിൽ ക്യാസിൽ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ റൂക്ക് F8 ഉണ്ടാവുക. ആ F8 നിന്ന് ഈ റൂക്കിന് ഈ കോളത്തിൻ്റെ കൺട്രോൾ കൃത്യമായി ഏറ്റെടുക്കാൻ സാധിക്കും. അടുത്ത വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റ് D3 പോണിനെ പുഷ് ചെയ്യുന്നു. നമുക്കറിയാം ബ്ലാക്ക് ഇപ്പോൾ ഓൾറെഡി E4 സ്ക്വയറിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കൺട്രോളിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് വൈറ്റിൻ്റെ ഈ മൂവിന് പിന്നിലുള്ള ഉദ്ദേശം. അതുമാത്രവുമല്ല, ഭാവിയിൽ ആവശ്യമെങ്കിൽ E4 പോണിനെ പുഷ് ചെയ്യുകയും ഈ സ്ക്വയറിലേക്ക് വൈറ്റിൻ്റെ ഒരു പോണിനെ എത്തിക്കാനും സാധിക്കും. അടുത്ത ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് D6 പോണിനെ പുഷ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പൊസിഷനിൽ ബ്ലാക്ക് മൂവ് ചെയ്യേണ്ടത് നൈറ്റിനെ F6 ഒരു പ്രത്യേക റീസൺ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് തൽക്കാലം ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഈ പോണിനെ മൂവ് ചെയ്യിച്ചത്. ഈ പൊസിഷനിൽ ബ്ലാക്ക് നൈറ്റിനെ F6 മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തായിട്ട് വൈറ്റ് E4 പോണിനെ പുഷ് ചെയ്യും. ബ്ലാക്ക് ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് D3 പോൺ ഉപയോഗിച്ചുകൊണ്ട് E4 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ പോണിനെ വെട്ടിയെടുക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് വൈറ്റ് ബിഷപ്പിനെ D3 കൊണ്ടുവരും. ഈ നൈറ്റ് F6 മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് വൈറ്റിൻ്റെ നൈറ്റ് G5 വരികയും വലിയ രീതിയിലുള്ളൊരു അറ്റാക്ക് കിങ് സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക് ഈ പൊസിഷനിൽ D6 പോണിനെ പുഷ് ചെയ്യുന്നത്. ഈ മൂവിലൂടെ ബ്ലാക്കിൻ്റെ C8 ബിഷപ്പിന് ഗെയിമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. വൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ E2 പോണിനെ E4 മൂവ് ചെയ്യിക്കുന്നു. ബ്ലാക്ക് E5 പോണിനെ പുഷ് ചെയ്യുന്നു. D6 പോണിൻ്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ E5 പോൺ നിലനിൽക്കുന്നത്. വൈറ്റ് അടുത്തതായി നൈറ്റിനെ C3 കൊണ്ടുവരുന്നു. ഇതിന് പ്രതികരണം എന്ന രീതിയിൽ ബ്ലാക്കും നൈറ്റിനെ C6 കൊണ്ടുവരുന്നു. ഈ പൊസിഷൻ നമ്മൾ ഇപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ പൊസിഷൻ ഏകദേശം സേഫ് ആണെന്ന് തോന്നും. ഇവിടെ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ കിങ്ങിന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ സൈഡിലേക്കാണെങ്കിൽ ഇവിടെ 2 പീസുകൾ മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും അതുപോലെ 2 പീസുകൾ മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ വൈറ്റിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിനെ മാത്രം മൂവ് ചെയ്യിച്ചാൽ വൈറ്റിന് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ കിങ് ഇപ്പോൾ ബോർഡിൻ്റെ മധ്യഭാഗത്ത് ഏകദേശം കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ബ്ലാക്കിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ സമയവും ഈ പൊസിഷൻ തന്നെയായിരിക്കും. ഇത് കൃത്യമായി അറിയാവുന്ന മാഗ്നസ് കാൾസൻ വൈറ്റിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം അദ്ദേഹം ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് അഥവാ E4 പോൺ ഉപയോഗിച്ചുകൊണ്ട് F5 പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് പോണിനെ റീക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് D4 പോണിനെ പുഷ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന് സാധ്യമായ ഏറ്റവും നല്ല മൂവ് എന്ന് പറയുന്നത് E5 പോണിനെ E4 മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ പൊസിഷൻ അല്പം കൂടെ ക്ലോസ് ആയിട്ട് നിലനിൽക്കുകയും ബ്ലാക്കിൻ്റെ പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ സമയം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ബ്ലാക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഈ പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് പോണിനെ റീക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഈ പൊസിഷനിൽ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. കാരണം ഈ പോണിന് യാതൊരു തരത്തിലുള്ള ഡിഫൻഡേഴ്സും ഇല്ല. അതുപോലെ തന്നെ ബ്ലാക്കിന് ഈ പൊസിഷനിൽ വേണമെങ്കിൽ ഗെയിമിലേക്ക് ഇതുവരെ വരാത്ത ഇതിൽ ഏതെങ്കിലും ഒരു പീസിനെയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. ഇതിലേതായിരിക്കും നിങ്ങൾ ചെയ്യുക? വീഡിയോ പോസ്റ്റിന് ശേഷം ഈ പോണിനെ വെട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൂവ് നടത്തുമോ എന്നുള്ള കാര്യം ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് നൈറ്റിനെ F6 കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈ പോണിനെ വെട്ടിയെടുക്കരുത്. ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മൾ ബിഷപ്പ് കൊണ്ട് വെട്ടിയെടുക്കുന്നു. ഉടനെ തന്നെ വൈറ്റ് ബിഷപ്പ് C4 വരും. പിന്നീട് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഇവിടെ വൈറ്റിന് ഒരു പോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ വൈറ്റ് നേടിയെടുക്കുന്ന ഒരു കാര്യം ബ്ലാക്കിൻ്റെ കിങ് നടുവിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു.
അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഒരു പീസ് പോലും ഗെയിമിലേക്ക് വരികയും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് ഈ പൊസിഷനിൽ ഈ പോണിനെ വെട്ടിയെടുക്കാതെ ഒരു പീസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ശ്രമിക്കുന്നത്. എപ്പോഴും ഓർക്കുക, നമ്മുടെ പീസുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ആദ്യം പീസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. 1-2 പോണുകളെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പീസ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. അടുത്തായിട്ട് വൈറ്റാണ് മൂവ് ചെയ്യേണ്ടത്. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഈ മൂവിലൂടെ വൈറ്റ് ബിഷപ്പ് ഈ ഒരു ഡയഗണലിൻ്റെ കൺട്രോൾ കൃത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇനി ഇങ്ങോട്ട് ക്യാസൽ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു വിഷയത്തെ മറികടക്കാൻ വേണ്ടി ബ്ലാക്ക് അടുത്തതായി C6 പോണിനെ പുഷ് ചെയ്യുന്നു. ഈ പോണിൻ്റെ സഹായത്തോടെ അടുത്ത മൂവുകളിൽ വേണമെങ്കിൽ B5 പോണിനെ പുഷ് ചെയ്ത് ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ D5 പോണിനെ പുഷ് ചെയ്യുകയും ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ കൃത്യമായി ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അടുത്തായിട്ട് വൈറ്റിൻ്റെ മൂവാണ്. ഈ ഗെയിമിലേക്ക് ഇതുവരെ വരാതിരുന്ന ഡാർക്ക് ബിഷപ്പിനെ വൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പ് G5. ഇതിന് ഉത്തരമെന്ന രീതിയിൽ ബ്ലാക്ക് B5 പോണിനെ പുഷ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് B3യിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ലോങ് ക്യാസിൽ ചെയ്യുന്നു. ഈ പൊസിഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം വൈറ്റിൻ്റെ എല്ലാ പീസുകളും ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ബ്ലാക്കിൻ്റെ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ് ഇപ്പോഴും ഈ സെൻട്രലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ക്യൂന് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. 2 റൂക്കുകളും ഇതുവരെ കണക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല. ഓപ്പണിംഗ് ഘട്ടത്തിൽ ബ്ലാക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് ലക്ഷ്യങ്ങൾ ബ്ലാക്ക് നേടിയെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ ഈ പൊസിഷനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ബ്ലാക്ക് അടുത്തതായിട്ട് ക്യൂവിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ഇതിന് ഉത്തരം എന്ന രീതിയിൽ റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പ് പിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിന് വേണമെങ്കിൽ അടുത്തതായി ഈ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാം. പോൺ കൊണ്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ ക്യൂവിന് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെ വെട്ടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് അടുത്തതായിട്ട് കിങ്ങിനെ D8ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് ബ്ലാക്ക് ലോങ് ക്യാസിൽ ചെയ്യുന്നില്ല എന്ന്. ഈ പൊസിഷനിൽ ബ്ലാക്ക് ലോങ് ക്യാസിൽ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ഇവിടെ വളരെ പെട്ടെന്ന് ഗെയിം വിജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ കൃത്യമായ മൂവ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ വൈറ്റിൻ്റെ കില്ലിംഗ് മൂവ് എന്ന് പറയുന്നത് G4 ആണ്. ഈ പോണിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ബിഷപ്പിന് എന്തായാലും G6ലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ ബിഷപ്പ് E6ലേക്ക് വരികയും മന്ത്രിയെ വെട്ടിയെടുക്കുകയും ചെയ്യും. ഇതിന് പകരം ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെ വെട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. ഇനി എന്തായിരിക്കും വൈറ്റിൻ്റെ ഇവിടുത്തെ ടാറ്റിക്സ്? വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അടുത്തായിട്ട് വൈറ്റ് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് E7 ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് G4 ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നൈറ്റ് നമ്മുടെ മന്ത്രിയെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ മന്ത്രിയെ നമുക്കും വെട്ടിയെടുക്കാൻ സാധിക്കും. ഇതിലൂടെ വൈറ്റിന് ഒരു കരു ലാഭം ലഭിക്കുന്നതാണ്. ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ഇവിടെ കിങ്ങിനെ D8ലേക്ക് മൂവ് ചെയ്യിക്കുന്നത്. ഇവിടെ വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റ് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. ഇതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ് നമുക്കറിയാം. പക്ഷേ ഇത്തരം പൊസിഷനുകളിൽ നമ്മൾ പാലിക്കേണ്ട നിയമം എന്ന് പറയുന്നത്, നമ്മുടെ പീസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരവസ്ഥയും നമ്മുടെ എതിരാളിയുടെ പീസുകൾ തീരെ ഡെവലപ്മെൻറ്റ് കുറവുമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി 1-2 പീസുകളെ സാക്രിഫൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു തിയറിയാണ് വൈറ്റ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാം. ബ്ലാക്ക് ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം വൈറ്റ് ക്യൂനിനെ F4ലേക്ക് കൊണ്ടുവരുന്നു. ഈ ബിഷപ്പിനെ ഇപ്പോൾ വൈറ്റ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്ക് ബിഷപ്പ് D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വേണമെങ്കിൽ ഈ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിന് ഈ പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിന് ശ്രമിക്കാതെ വൈറ്റ് വീണ്ടും ഒരു അറ്റാക്കിംഗ് ചാൻസ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി വൈറ്റ് നൈറ്റിനെ E4ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ സ്ക്വയറിലേക്ക് ഏകദേശം 3 പീസുകളാണ് അറ്റാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നൈറ്റിനെതിരെയും വൈറ്റ് ഏകദേശം 3 അറ്റാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റിൻ്റെ ഈ ബിഷപ്പ് ഈ ലോങ് ഡയഗണൽ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെ രീതിയിലാണ് വൈറ്റ് ഇവിടെ അറ്റാക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ പൊസിഷൻ കാണുമ്പോൾ കൃത്യമായി മനസ്സിലാവും. ബ്ലാക്കിന് വേണമെങ്കിൽ ഈ നൈറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി റൂക്കിനെ F8ലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നൈറ്റ് അടുത്തതായി ഈ പോണിനെ വെട്ടിയെടുക്കുകയും ഈ നൈറ്റ് വളരെ വലിയ രീതിയിൽ തന്നെ ബ്ലാക്ക് കിങ്ങിൻ്റെ മൂവ്മെൻറ്റുകളെ തടയുന്നതായിരിക്കും. ഇങ്ങനെയൊരു വിഷയമുള്ളത് കൊണ്ട് ബ്ലാക്ക് അടുത്തതായിട്ട് D5 പോണിനെ പുഷ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു.
നമുക്കറിയാം ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ബ്ലാക്കിന് ക്യൂൻ നഷ്ടപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിൽ ബ്ലാക്ക് അടുത്തതായി H6 പോണിനെ പുഷ് ചെയ്യുന്നു. ബിഷപ്പ് H4ലേക്ക് വരുന്നു. അതിനുശേഷം G5 പോണിനെ പുഷ് ചെയ്യുന്നു. വൈറ്റ് ക്യൂൻ D4ലേക്ക് വരുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം സപ്പോസ് ഇവിടെ ബ്ലാക്ക് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ വലിയ രീതിയിലൊരു അറ്റാക്ക് ആയിരിക്കും വൈറ്റിന് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുക. ഓക്കെ, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ മാഗ്നസ് കാൾസന്റെ എതിരാളി ഈ ഒരു പൊസിഷനിൽ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഇപ്പോൾ കണ്ട ഗെയിമിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് മെയിലായിട്ട് അയച്ചു തരണമെങ്കിൽ നിങ്ങളുടെ മെയിൽ ID ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഗെയിമിൻ്റെ PGN അനാലിസിസ് ഫയൽ നിങ്ങൾക്ക് ഞാൻ മെയിൽ ചെയ്തു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.